നമ്മുടെ രാജ്യം യൂറോപ്യൻ യൂണിയനുമായി ഏറ്റവും പുതുതായി ഉണ്ടാക്കിയ സാമ്പത്തിക കരാറിനെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് നോട്ട് ഫ്രീ ട്രേഡ് എന്ന് വിശേഷിപ്പിക്കണം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളും മറ്റൊരു രാജ്യവുമായി കരാർ ഉണ്ടാക്കുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക ശക്തി തന്നെയാണ് അവർ തമ്മിലുള്ള കരാറിൻ്റെ ഫലം അനുഭവിക്കാൻ അവസരമുണ്ടാക്കുന്നത്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം ലോക ജനസംഖ്യയിൽ 17.8% ആളുകളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യം യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യ 5.8% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തിലെ ജനങ്ങൾ യൂറോപ്യൻ യൂണിയനുമായി കരാർ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഭൂരിപക്ഷമുള്ള ഒരു ജനത ഒരു ന്യൂനപക്ഷ ജനതയുമായി കരാർ ഉണ്ടാക്കുന്നു. എന്നാൽ സാമ്പത്തിക രംഗത്ത് നമ്മളുടെ സ്ഥിതിയും അവരുടെ സ്ഥിതിയും വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഈ കരാർ ആർക്കായിരിക്കും ഗുണപരമെന്ന് ബോധ്യപ്പെടേണ്ടി വരുന്നത്. നോക്കൂ, ലോക സാമ്പത്തിക രംഗത്ത് വലിയ അത്ഭുതങ്ങൾ ഇന്ത്യ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴും ലോക സാമ്പത്തിക വ്യവഹാരങ്ങളിൽ നമ്മുടെ പങ്ക് ഇന്നും കേവലം 3.8% മാത്രമാണെന്നിരിക്കെ യൂറോപ്യൻ യൂണിയന്റെ ലോക സാമ്പത്തിക മേഖലയിലെ അവരുടെ സ്ഥാനം 17.8% വരും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവഹാരം, ഇന്ത്യയുടെ മൊത്തം GDP ഒരു വർഷം ഏകദേശം $2.25 ലക്ഷം കോടി മാത്രമാണെന്നിരിക്കെ യൂറോപ്യൻ യൂണിയന്റെ GDP 12.8 ലക്ഷം കോടി വരും. എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു രാജ്യമായി സാമ്പത്തിക ശക്തിയായ യൂറോപ്യൻ യൂണിയനുമായി നമ്മൾ കരാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി ആരാണ് സാധാരണഗതിയിൽ മാറാൻ പോകുക എന്നത് വളരെ ഗൗരവതരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കരാറിലേക്ക് നമ്മൾ പോകാൻ നിർബന്ധിതമായത് സ്വാഭാവികമായി ട്രംപിസവുമായി മോഡി സർക്കാരിനുണ്ടായിരുന്ന സൗഹൃദങ്ങൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ലോകത്തിലെ രാജ്യങ്ങളുടെ മുകളിലുള്ള അവരുടെ ആധിപത്യത്തെ ഭയക്കുന്ന ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കാതെ തരമില്ല. എന്നാൽ ഇങ്ങനൊരു കരാർ ഉണ്ടാക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന് ലഭിക്കാൻ പോകുന്ന സാധ്യതകൾ എന്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നോക്കൂ, ഇന്ത്യ യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായി ഒക്കെ നടത്തുന്ന സാമ്പത്തിക വ്യവഹാരങ്ങളിൽ നമ്മൾ ആ കച്ചവടത്തിൽ മിച്ചം കണ്ടെത്താൻ കഴിഞ്ഞ സാധ്യതകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി എടുത്താൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള കയറ്റുമതി കൂടുതലും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറവുമായിരുന്നു. ഇങ്ങനെ തന്നെയാണ് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതി കൂടുതലും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറവുമായ സാഹചര്യം പരിഹരിക്കാൻ എന്ന രീതിയിലാണ് ഈ കരാർ ഉള്ളത്. എന്നതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നിർബന്ധമാകുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ടാകും. ഇത് നമ്മൾക്ക് ഗുണപരമാണോ എന്നതാണ് പ്രശ്നം. നോക്കൂ, ഇന്ത്യയിലേക്ക് വിഭവങ്ങൾ ഇന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി യൂറോപ്യൻ യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന പാല്, മത്സ്യം പോലെയുള്ള വിഭവങ്ങൾ വലിയ സബ്സിഡി നൽകി മത്സ്യബന്ധന മേഖലയിൽ നോർവേ പോലുള്ള രാജ്യങ്ങൾ വലിയ തരത്തിൽ സബ്സിഡി നൽകി വലിയ അളവിൽ മത്സ്യങ്ങൾ പിടിച്ചു വെക്കുകയും അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഇറക്കുമതി ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വളരെ വില കുറച്ച് അവർ പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ വളരെ വില കുറച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയാൽ അത് ഇന്ത്യയിലെ മത്സ്യമേഖലയിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും. അതിൻ്റെ ഫലം ഇന്ത്യക്കാർക്ക് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഇനിയും കാർഷിക മേഖല എടുത്താൽ, പാലുൽപാദനം എടുത്താൽ, യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാൽ വളരെ വില കുറച്ച് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വലിയ ലാഭം ഉണ്ടാക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവസരം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ഈ പാലുൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ ഗ്രാമീണരുടെ ജീവിതം കുറെ കൂടി അപകടത്തിൽപ്പെടും. ഇനിയും മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷകമായി നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ മന്ത്രിമാർ പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ പല വിഭവങ്ങളും ഇന്ത്യയിലേക്ക് ചിലവ് കുറച്ച് ഇറക്കുമതി ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ എന്താണ് ആ വിഭവങ്ങൾ? നോക്കൂ, കാർ വിപണിയിൽ നിലവിൽ യൂറോപ്യൻ യൂണിയന്റെ കാറുകൾക്ക് ഇന്ത്യയിലേക്ക് എത്താൻ ചില തടസ്സങ്ങൾ നിലവിലുണ്ട്. ഇവിടെ ലഭ്യമായ
വാഹനങ്ങളിൽ കൂടുതലും ജപ്പാനും സൗത്ത് കൊറിയയും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ കമ്പനികളാണ് എങ്കിൽ ഇത് യൂറോപ്യൻ യൂണിയന്റെ കാറുകൾ ഇവിടെ എത്തുന്നു എന്ന് പറയുന്നത് ആർക്കായിരിക്കും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക? ഒന്ന്, ഇന്ത്യൻ കാർ കമ്പനികൾ കൂടുതൽ പ്രതിസന്ധിയിലാകും, അവർ കൂടുതൽ മത്സരക്ഷമരാകാൻ നിർബന്ധിതമാകും, അവിടെ പണിയെടുക്കുന്നവരുടെ തൊഴിൽ സാധ്യതകൾ കുറയും, ഒപ്പം യൂറോപ്യൻ യൂണിയനിൽ നിർമ്മിക്കുന്ന കാറുകൾ ഇവിടെ എത്തിയാൽ ആ മാർക്കറ്റിലും അവർ പിടിപുറക്കും. തീർന്നില്ല, ഇന്ത്യയിലേക്ക് കൂടുതൽ കമ്പനികൾ അവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ കമ്പനികൾ ഇവിടെ എത്തുന്നതിന്റെ പിന്നിൽ ഇന്ത്യയുടെ ധാതുക്കളെ വളരെ വില കുറച്ച് ഉപയോഗപ്പെടുത്തി വലിയ ലാഭം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയാണ് അതിന് പ്രവർത്തിക്കുന്നത്. ഇനിയും ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവുമ്പോഴാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നമ്മൾ ഇന്ന് പലപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഗോതമ്പിന്റെയും ഉള്ളിയുടെയും അരിയുടെയും ഒക്കെ കയറ്റുമതി നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക മേഖലയിൽ നിന്നുള്ള കയറ്റുമതി നമുക്ക് വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് പകരമായി വളരെ വില കുറച്ച് നികുതിയുടെ ലാഭം ലക്ഷ്യം വെച്ച് സർക്കാരിന്റെ സബ്സിഡി കൊണ്ട് വളരെ വില കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിലെ പല കോർപ്പറേറ്റുകളുടെയും വിഭവങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയാൽ അത് ഇന്ത്യൻ കാർഷിക മേഖലയിൽ, ഇന്ത്യൻ വ്യവസായ മേഖലയിൽ ഉദ്ദേശിക്കാത്ത ഫലം ഉണ്ടാകും. മറ്റൊരു രീതി പറഞ്ഞാൽ അതിശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യവും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറുകളിൽ ഇന്ത്യയിലെ സാധാരണ കർഷകർ, മത്സ്യബന്ധന തൊഴിലാളികൾ, ചെറുകിട വ്യവസായികൾ എന്നിവർക്ക് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകില്ല എന്ന് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ഗൗരവതരമായ ചോദ്യം.